ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പോക്കു, വയനാട് അഞ്ചൂന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും അറിഞ്ഞതുപോലെ നമ്മൾ ഇന്ന് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ വാർത്ത ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത നമ്മുടെ വയനാട് മേപ്പാടിയിലുണ്ടായ ദുരന്തത്തെ പറ്റിയാണ്. ആ ദുരന്തം ഒരുപാട് മനുഷ്യ ജീവനെ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഞങ്ങളുള്ളത് മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ബോഡികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ സമയം നമുക്ക് 1:33 ഞാൻ ഈ വോയിസ് ഇടുന്നത്. ഏകദേശം 10-70ഓളം ബോഡികൾ ഇവിടെ വന്നു. ഇനിയും ഒരുപാട് നൂറുകണക്കിന് ബോഡികൾ വെള്ളത്തിലും മണ്ണിന്റെ ഉള്ളിലേക്കായിട്ട് കിടക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വ്യക്തമായ ഒരു അറിവ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഡ്രസ്സാണോ, അരിയാണോ, സാധനമാണോ, എന്താണോ അവിടെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തർ ശ്രമിക്കുക. അതുപോലെ കവർ കുഴിക്കാനും മറ്റൊക്കെ ഇവിടെ ആളുകളുടെ ആവശ്യമുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഈ മഴ ഇപ്പോൾ ഒരു 11 മണി വരെ മഴ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പിഞ്ചു മക്കളുടെ മൃതദേഹങ്ങൾ, അതുപോലെ യുവാക്കളുടെ, ഞാൻ കണ്ടെടുത്തിലോളം ഏകദേശം 50 വയസ്സിന്റെ ചോടെ പ്രായമുള്ള മൃതദേഹമാണ് ഇതുവരെ ഞാൻ കണ്ടത്. അതേപോലെ ചെറിയ മക്കള്, നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ, ഒരുപാട് മൃതദേഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ ഇങ്ങനെയുള്ളൊരു ദുരന്തം നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വയനാട്ടിലുള്ള മുഴുവൻ ആളുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഉണർത്താനുള്ളത്, നിങ്ങൾ ഓരോ ആളുകളും മനസ്സറിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സന്ദേശം കൈമാറി ഈ മെസ്സേജുകളൊന്ന് നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് എത്തിച്ച്, അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ അയൽവാസികളിലൊക്കെ എത്തിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സംഭവങ്ങളും, സാധനങ്ങളും, ഡ്രസ്സായിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ, അതുപോലെ എന്താണെങ്കിലും അവരുടെ ഇപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അതേപോലെ നമ്മുടെ വയനാടിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്കൊക്കെ നിങ്ങളുടെ സഹായം എത്തണം. ഇനി നിങ്ങളുടെ കയ്യിലൊന്നും കൊടുക്കാനില്ലെങ്കിൽ ഈ സന്ദേശം, ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് മുഴുവൻ ആളുകളും ഇതിൽ പങ്കാളികളാകണം. വേണ്ടുന്ന നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട്, നിങ്ങളുടെ സാമ്പത്തികം കൊണ്ടൊക്കെ നിങ്ങൾ സഹായിക്കണമെന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വിളിക്കാം. 9656 018 944 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമുക്ക് അവിടെ എത്തിക്കേണ്ടതുണ്ട്. എല്ലാവരും നിങ്ങൾ ഇതുമായിട്ട് സഹകരിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.